ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. പ്രിയ സഹോദരന്മാരെ, നാം ബുർദ പഠന ക്ലാസ് 11-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഉമ്മീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, മുനസ്സഹുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറിട്ട വ്യക്തിത്വമാണ്, അൻ ശരീക്കിൻ, പകരക്കാരനെ തൊട്ട്, ഫീ മഹാസിനിഹി, അവിടുത്തെ ഗുണവിശേഷണങ്ങളിൽ, ഫജൗഹറുൽ ഹുസ്നി ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള സൗന്ദര്യത്തിൻ്റെ സത്ത, ഗൈറു മുൻഖസിമി, അത് അംശയമാകാത്തതാണ്. ബൈത്തിൻ്റെ ഉദ്ദേശം, മനുഷ്യത്വത്തിൻ്റെ ഉത്കൃഷ്ടമായ സ്വഭാവമായി അറിയപ്പെടുന്ന ഏതൊക്കെ നന്മകളുണ്ടോ അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ അവിടുന്ന് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിഷയത്തിൽ തുല്യനായി മറ്റൊരാളെ കാണാൻ സാധിക്കുകയില്ല. അവിടുത്തെ സൗന്ദര്യം അത് സമ്പൂർണമായൊരു സൗന്ദര്യമാണ് അവിടത്തേക്ക് നൽകിയത്. അത് മറ്റൊരാൾക്കും അതിൽ നിന്ന് സംശയിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ തങ്ങൾ മഹത്തരമായ സ്വഭാവത്തിൻ്റെ മേലിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ അറിയിച്ച ആ കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എല്ലാ നിലയിലും മികച്ച രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യത്വത്തിൻ്റെ ഉത്കൃഷ്ടമായ സ്വഭാവമായി കരുതപ്പെടുന്ന നീതി, നന്മ, കാരുണ്യം, ഗുണകാംക്ഷ, വിനയം, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പൂർണ്ണാർത്ഥത്തിൽ അവിടുന്ന് മേളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമൂഹികവും ഭൗതികമായി അറിയപ്പെടുന്ന മേഖലകൾ, വ്യാപാരി, പ്രബോധകൻ, നേതാവ്, യോദ്ധാവ്, ഭരണാധികാരി, ഭർത്താവ്, ഈ മേഖലകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നതമായ മാതൃക കാഴ്ചവെച്ച് അതെല്ലാം സ്വജീവിതത്തിലൂടെ ഇവിടെ പഠിപ്പിക്കുകയും അതിൻ്റെയൊക്കെ ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ രീതിയിലൂടെ ജനങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. ഇന്നലെ പറഞ്ഞു, ഹുവല്ലദീ തമ്മമായി നാഹു സൂറത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആന്തരികവും ബാഹ്യവും അത് സമ്പൂർണമായവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല പരിശുദ്ധനായിക്കൊണ്ട് എല്ലാ മേഖലയിലും ഇസ്മത്ത് നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന് അവിടുത്തെ പ്രിയമിത്രമായി അല്ലാഹു തആല തിരഞ്ഞെടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും അതുപോലെ തന്നെ പരിശുദ്ധിയും അതുപോലെ സംരക്ഷണവും നൽകിക്കൊണ്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ ജീവിത ശൈലികളെക്കുറിച്ച് ശത്രുക്കൾ തന്നെ പരിചയപ്പെടുത്തിയത് അൽ അമീൻ, വിശ്വസ്തനാണ്, അത് സത്യസന്ധനാണ്, ജീവിതത്തിൽ ഒരു വഞ്ചനയും കളവും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് എന്നാണ് അവിടുന്ന് അവർ തന്നെ അപരനാമം ചെയ്തിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യമോ, അത് ഫജൗഹറുൽ ഹുസ്നി ഫീഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള സൗന്ദര്യത്തിൻ്റെ സത്ത ഗൈറു മുൻഖസിമീൻ, അത് അംശയിക്കാത്തതാണ്. അവിടത്തേക്കൊരു സമ്പൂർണമായ സൗന്ദര്യം അങ്ങോട്ട് നൽകിയതാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്കൊരു സൗന്ദര്യത്തിൻ്റെ പകുതി നൽകിയിരുന്നു. എന്നാൽ അതിൻ്റെ ബാക്കി പകുതി ലോകത്തുള്ള എല്ലാവർക്കും വിരിച്ചു കൊടുത്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണമായ ഒരു സൗന്ദര്യം അല്ലാഹു തആല പതിച്ച് നൽകിയിരിക്കുകയാണ്. അതിൽ നിന്ന് ആർക്കും സംശയിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ആരും ഫിത്നയിൽ അകപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് അല്ലാഹു തആല അവിടത്തേക്ക് അള്ളാഹുവിൻ്റെ ജലാലിയത്ത് കൊണ്ട്
ഒരു മറയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ സൗന്ദര്യത്തിൽ ആകർഷകരായിക്കൊണ്ട് ഇവിടെ ഫിത്നയിലായ സംഭവം ഇല്ല. ഇനി തുടർന്നുകൊണ്ട് മഹാനവകൾ പറയുന്നു, വഹ്കും ബിമാ ശിഅ്ത മദ്ഹം ഫീഹി വഹ്തകിമി. നീ ഉപേക്ഷിച്ചോ, മദ്ദഅതുഹുൻ നസ്വാറ, നസാറാക്കൾ വാദിച്ച ഒന്ന്, ഫീ നബിയിഹിം അവരെ പ്രവാചകനിൽ, വഹ്കും നീ വിധിച്ചോ, നീ പറഞ്ഞോ, ബിമാ ശിഅ്ത നീ ഉദ്ദേശിച്ച ഒന്നുകൊണ്ട്, മദ്ഹൻ മദ്ഹിനെ, ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ, വഹ്തകിമി അത് നീ സൂക്ഷ്മതയോടെ പ്രഖ്യാപിക്കുകയും ചെയ്തോ. അപ്പം ഈ ബേത്തിൻ്റെ ഉദ്ദേശം, നസാറാക്കൾ അവരെ നബിയെ പ്രശംസിച്ച് പരിചയപ്പെടുത്തി അവരുടെ പ്രവാചകരെ കുറിച്ച് ദൈവമാണെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവാവതാരമാണെന്നൊക്കെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ തരത്തിലുള്ള പ്രയോഗം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നടത്തരുത്. ഉലൂഹിയത്തിൻ്റെ വാദം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൊണ്ടുവരരുത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ അള്ളാഹു ആണെന്ന് പറയുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ അവതാരമാണെന്ന് പറയുന്നതുണ്ട്. അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പറയാൻ പാടില്ല. എന്നാൽ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് അവിടുത്തെ സ്ഥാനത്തിന് കോട്ടം പറ്റാത്ത രൂപത്തിൽ ഏത് നിൽക്കും നിങ്ങൾക്ക് പ്രശംസിക്കാം, നിങ്ങൾക്ക് മദ്ഹ് പറയാം, അവിടുത്തെ പൂരിഷ പറയാം. പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെക്കുറിച്ച് പടച്ചോനാണെന്നോ പടച്ചോൻ്റെ പകരക്കാരനാണെന്നോ നിങ്ങൾ പറയരുത്. ചില ആളുകൾ ചില ശൈഖന്മാരെ കുറിച്ച് നിങ്ങളെ പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ന ശൈഖാണെന്ന് പറഞ്ഞോളി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ രംഗത്ത് വരുന്നവരുണ്ട്. അല്ലാഹു തആല അത്തരക്കാരെ ശരണത്തൊട്ട് നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പം അങ്ങോട്ട് പറഞ്ഞ് മികപ്പിച്ച് അത് പിന്നെ പടച്ചോൻ വാദത്തിലേക്കും അതിൻ്റെ അപ്പുറമുള്ള വാദങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താൻ പാടില്ല. ബൈത്തിൻ്റെ അർത്ഥം, നസാറാക്കൾ വാദിച്ച ഒന്നിനെ നീ ഉപേക്ഷിച്ചോ, ഫീ നബിയിഹിം അവരുടെ പ്രവാചകനിൽ, വഹ്കും നീ വിധിച്ചോ, നീ പറഞ്ഞോ, ബിമാ ശിഅ്ത നീ ഉദ്ദേശ ഒന്നുകൊണ്ട്, മദ്ഹൻ പ്രശംസയാൽ, ഫീഹി ആ റസൂലുള്ളാഹി സ്വതമാതങ്ങളിൽ, വഹ്തകിമി അത് നീ സൂക്ഷ്മതയോടെ പ്രഖ്യാപിക്കുകയും ചെയ്തോ. ഇഹ്തകിമി എന്ന് പറഞ്ഞാൽ നീ പ്രഖ്യാപിച്ച് പറഞ്ഞോന്നാണ്. പക്ഷേ അവിടെ ഇഹ്തകിമി എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ഹിക്മത്ത് പ്രകാരം സൂക്ഷ്മതയോടെ നീ അത് പ്രഖ്യാപിക്കുകയും ചെയ്തോ എന്നാണ് ഉദ്ദേശം. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅ്ത മിൻ ശറഫി, വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅ്ത മിൻ ഇളമി. വൻസുബ് ഇലാ ദാതിഹി ആ റസൂലുള്ളാഹിന്റെ ദാത്തിലേക്ക് നീ ചേർത്തി പറഞ്ഞോ, മാ ശിഅ്ത നീ ഉദ്ദേശിക്കുന്ന അത്ര, മിൻ ശറഫിൻ ശ്രേഷ്ഠതയെ, വൻസുബ് ഇലാ ഖദ്രിഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവിയിലേക്ക് നീ ചേർത്തി പറഞ്ഞോ, മാ ശിഅ്ത നീ ഉദ്ദേശിക്കുന്നത്ര വേണ്ടുവോളം, മിൻ ഇളമിൻ മഹത്വത്തിനെ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിലേക്ക് വ്യക്തിത്വത്തിലേക്ക് നിനക്ക് ഏത് ശ്രേഷ്ഠതയെയും ചേർത്തി പറയാം. അവിടുത്തെ ഖദ്റിലേക്ക് അവിടുത്തെ പദവിയിലേക്ക് നിനക്ക് ഏത് മഹത്വത്തെയും ചേർത്തി പറയാം. റഹ്മത്തുല്ലിൽ ആലമീൻ, അതുപോലെ തന്നെ ഖാതമുൻ നബിയീൻ, സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, ഇങ്ങനെ തുടങ്ങിയ ഷഫീഉൽ മുദ്നിബീൻ, ഇങ്ങനെ തുടങ്ങിയ ഏത് മദ്ഹും ഏത് പ്രശംസയും നിനക്ക് പറയാം. ആ താജു സ്വലാത്തിലൊക്കെ ധാരാളം പറഞ്ഞല്ലോ റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണങ്ങൾ, അതൊക്കെ നിനക്ക് പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥക്ക് യോജിക്കാത്ത തരത്തിലുള്ള മറ്റ് മതസ്ഥർ പ്രയോഗിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ, ആരാധ്യൻ, ആചാര്യൻ തുടങ്ങിയ പ്രയോഗങ്ങൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉപയോഗിക്കരുത്. അല്ലാത്ത നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഏത് വാക്കിനെയും ഏത് പ്രശംസയെയും നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ അർത്ഥം, വൻസുബ് ഇലാ ദാത്തിഹി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിലേക്ക് സത്തയിലേക്ക് നീ ചേർത്തി പറഞ്ഞോ, മാ ശിഅ്ത നീ ഉദ്ദേശിക്കുന്ന അത്ര, മിൻ ഷറഫിൻ ശ്രേഷ്ഠതയെ, വൻസുബ് ഇലാ ഖദ്രിഹി അവിടുത്തെ പദവിയിലേക്ക് നീ ചേർത്തി പറഞ്ഞോ, മാ ശിഅ്ത നീ ഉദ്ദേശിക്കുന്ന അത്ര, മിൻ ഇളമി
മഹത്വത്തിനെ. പിന്നെ പറയുന്നു فَإِنَّ فَضْلَ رَسُولِ اللَّهِ لَيْسَ لَهُ حَدٌّ فَيُغْرِبَ عَنْهُ نَاطِقٌ بِفَمِهِ فَإِنَّ فَضْلَ رَسُولِ اللَّهِ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത ലൈസ ലഹു അതിനിക്കില്ല ഹദ്ദുൻ ഒരു അതിർത്തിയില്ല, ഒരു പരിധിയില്ല. ഫയുരിബ അങ്ങനെ പരിധി ഉണ്ടെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നു. അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നാത്തിക്കുൻ ഒരു സംസാരിക്കുന്നവൻ ബിഫമി അവൻ്റെ വായ കൊണ്ട്. അപ്പോൾ വ്യക്തിൻ്റെ ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രേഷ്ഠത, അവിടുത്തെ പോരിശ അത് നമ്മൾ പറയുകയാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഫൽമദുഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി അവിടുത്തെ പ്രശംസ എത്ര പറഞ്ഞാലും അതിന് അതിർത്തിയില്ല, അത് തീരുന്നതല്ല, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ വെച്ച് നേതാവാണ്. ലാ ഫഖ്റ, ഫഖ്ർ പറയല്ല. അതുപോലെ തന്നെ അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ പ്രകാശമാണ്. അവിടുന്ന് അല്ലാഹ് പറഞ്ഞല്ലോ, മാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അല്ലാഹുവിൻ്റെ റസൂൽ റഹ്മത്താണ്. അപ്പോൾ ഇവിടെയുള്ള ഏതെല്ലാം ജീവികളുണ്ടോ, ഏതെല്ലാം ജീവനില്ലാത്തതുണ്ടോ, അതിനൊക്കെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്, അവിടുന്ന് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവി അത് നമ്മൾ എത്ര വർണ്ണിച്ചാലും എത്ര പുകഴ്ത്തിയാലും അത് തീരുന്നതല്ല. മറ്റമ്പിയാക്കന്മാർ തന്നെ അവരൊക്കെ ഉമ്മത്തിനോട്, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിക്കണം, അവിടുന്ന് സഹായിക്കണം, അവിടുത്തെ പിറകെ നിങ്ങൾ സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്തിനൊക്കെ അവരൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചു കൊടുത്തതാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനം, അവിടുത്തെ ബഹുമതി അത് നമ്മൾ എത്ര പറഞ്ഞാലും അത് തീരുന്നതല്ല. ആ ബൈത്തിൻ്റെ അർത്ഥം ഇന്ന ഫദ്ല റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത ലൈസ ലഹു ഹദ്ദുൻ അതിനൊരു പരിധിയില്ല. ഫയുരിബ ഉണ്ടെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നു. നാത്യക്കുൻ ഒരു സംസാരിക്കുന്നവൻ ബി ഫമി വായ കൊണ്ട്. യുരിബ പറഞ്ഞാൽ വ്യക്തമായി പറയാന്ന്. അപ്പോൾ സംസാരിക്കുന്നവനക്ക് അത് പറഞ്ഞു തീർക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ അത് അതിർത്തി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയൂല. പിന്നെ പറയാണ് ലൗനാസബത് ഖദ്റഹു ആയാതുഹു ഇളമ അഹ്യസ്മുഹു ഹീന യുദ്അ ദാരി സരിമമി. ലൗനാസബത് ഖദ്റഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിനോട് യോജിക്കുമായിരുന്നെങ്കിൽ, ആയാത്തുഹു അവിടുത്തെ ദിവ്യാത്ഭുതങ്ങൾ മുഅ്ജിസാത്തുകൾ, ഇളമൻ അതിൻ്റെ മഹത്വത്തിൽ യോജിക്കുമായിരുന്നെങ്കിൽ, അഹ്യസ്മുഹു റസൂലുള്ളാഹി തങ്ങളുടെ പേര് ജീവിപ്പിക്കുമായിരുന്നു. ഈന യുദ്അ അതിനെ പറയപ്പെടുന്ന സമയത്ത്, ദാരിസരിമമി നുരുമ്പി ദ്രവിച്ച എല്ലുകൾക്ക് അത് പറയപ്പെടുന്ന സമയത്ത് ആ എല്ലുകളെ അത് ജീവിപ്പിക്കുമായിരുന്നു. അപ്പോൾ ബൈത്തുൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ലൗനാസബത്ത് ഖദ്റഹു അവിടുത്തെ പദവിയോട് ചേരുമായിരുന്നു എങ്കിൽ, അവിടെ ദാത്തിൻ്റെ പദവിയോടുന്ന് ഉദ്ദേശം. ആയാത്തു അവിടുത്തെ ദിവ്യാത്ഭുതങ്ങൾ മുഅ്ജിസത്തുകൾ ഇളമൻ മഹത്വത്താൽ അവിടുത്തെ പദവിയോട് ദാത്തിൻ്റെ പദവിയോട് ചേരുമായിരുന്നു എങ്കിൽ, ഹയ്യസ്മുഹു അവിടുത്തെ പേര് ജീവിപ്പിക്കുമായിരുന്നു. ഈന യുദ്അ അതിനെ പറയപ്പെടുന്ന സമയത്ത് ദാരിസരിമമി ദ്രവിച്ച മണ്ണിനോടലിഞ്ഞു ചേർന്ന എല്ലുകൾക്ക്. അപ്പോൾ എന്താണ് ഈ ബൈത്ത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്? നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിനിക്കാണ് സ്ഥാനം. ആ ദാത്തിൻ്റെ സ്ഥാനത്തോടൊക്കെ യോജിക്കുന്ന മുഅ്ജിസത്താകണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ പേര് ഒരു മരണപ്പെട്ട വസ്തുവിൻ്റെ, മരണപ്പെട്ട വ്യക്തിയുടെ മേലിൽ, മരണപ്പെട്ട ജീവിയുടെ മേലിൽ പറഞ്ഞുകൊണ്ട് അത് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ജീവിക്കുമായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള മുഅ്ജിസത്തൊക്കെ ആവുമ്പോഴാണ് അവിടുത്തെ പദവിയോട് ചേരുക. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ലല്ലോ. ഒരു മരണപ്പെട്ട് ദ്രവിച്ച് പോയ ഒരു ജീവി, ആ ജീവിൻ്റെ അടുത്ത് എന്നിട്ട് ബിസ്മി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൻ്റെ കാരണം കൊണ്ട് നീ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് ജീവിച്ചു വരണമായിരുന്നു. പക്ഷേ ആ തരത്തിൽ നമ്മൾ പേര് പറഞ്ഞിട്ട് ജീവിപ്പിക്കാറില്ല. ആ തരത്തിലുള്ള മുഅ്ജിസത്തൊക്കെ ഇവിടെ പ്രകടമാകുകയാണെങ്കിലേ അത് റസൂലുള്ളാഹിന്റെ പദവിയോട് ചേരുമായിരുന്നുള്ളൂ. പറഞ്ഞതിൻ്റെ ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിനിക്കാണ്
അവിടുത്തെ വ്യക്തിത്വത്തിനാണ് ഇവിടെ സ്ഥാനം. അവിടുന്ന് പ്രകടമാക്കുന്ന മുഇസ്സത്തിനല്ല. മുഇസ്സത്ത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ദാത്ത് മഹത്വമായി കാണുകയല്ല വേണ്ടത്, മറിച്ച് മുഇസ്സത്തിനേക്കാളും മറ്റ് റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകതകളെക്കാളും ഒക്കെ ഏറ്റവും മഹത്വമായത് അവിടുത്തെ ദാത്ത് തന്നെയാണ്. അവിടുത്തെ ശരീരത്തിനിക്കാണ് പദവി. അവിടുത്തെ ദാത്ത് മുഖദ്ദസും മുതഹറുമായ ദാത്താണ്. മറ്റെല്ലാത്തിനേക്കാളും ഏറ്റവും സ്ഥാനമുള്ള, ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും ബഹുമതിയുള്ളത് അവിടുത്തെ ദാത്താണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അത് നാം മനസ്സിലാക്കുമ്പോൾ, മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ റസൂലുള്ളാഹി തങ്ങളോട് ഉഹുദ് സ്വർണ്ണമായി തരട്ടെയോ എന്ന് പറഞ്ഞപ്പോൾ അറാഹ അയ്യമാ ശമമി, അവിടുത്തെ നഫ്സിനിക്കാണ് ഏറ്റവും വലിയ സ്ഥാനം, സ്വർണത്തിനിക്കോ പവിയത്തിനിക്കോ തങ്കത്തിനോ ഒന്നുമല്ല എന്നതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രകടമാകുന്ന മുഇസ്സത്തിനിക്ക് അല്ല റസൂലുള്ളാഹി തങ്ങളുടെ ദാത്തിനേക്കാൾ സ്ഥാനം. അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് പ്രകടമാകുന്ന മുഇസ്സത്ത് കൊണ്ടല്ല റസൂലുള്ളാഹി തങ്ങളുടെ ദാത്തിൻ്റെ അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ സ്ഥാനം അളക്കേണ്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലക്കും അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും വേണം. അപ്പോൾ ബൈത്തിൻ്റെ അർത്ഥം ലൗ നാസബത്ത് ഖദ്റഹു, അവിടുത്തെ ദാത്തിൻ്റെ പദവിയോട് ചേരുമായിരുന്നു എങ്കിൽ, യോജിക്കുമായിരുന്നു എങ്കിൽ, ആയാത്തുഹു, അവിടുത്തെ ദിവ്യാത്ഭുതങ്ങൾ, മുഇസ്സത്തുകൾ, ഇളമൻ, മഹത്വത്താൽ അവിടുത്തെ ദാത്തിൻ്റെ പദവിയോട് യോജിക്കുമായിരുന്നു എങ്കിൽ, അഹ്യസ്മുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ജീവിപ്പിക്കുമായിരുന്നു. ഈനയുദ്ധ, അതിനെ പറയപ്പെടുന്ന സമയത്ത് ദാരിസ ദിമമി, നുരുമ്പിയ ദ്രവിച്ച എല്ലിൻ്റെ മേൽ. ദാരിസ് പറഞ്ഞാൽ ദ്രവിച്ചത്, രിമം പറഞ്ഞാൽ നുരുമ്പിയ എല്ല്. അപ്പോൾ നുരുമ്പി ദ്രവിച്ച എല്ലുകൾക്ക് അത് പറയപ്പെടുന്ന സമയത്ത് അത് ജീവിക്കണമായിരുന്നു. ഇവിടെ മറ്റ് അമ്പിയാക്കന്മാർക്കൊക്കെ അല്ലാഹു തആല പല മുഇസ്സത്തും കൊടുത്തിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനക്ക് മരിച്ചതിനെ ആയാത്താക്കാനുള്ള കൈ കൊടുത്തിരുന്നു. അതുപോലെ മറ്റ് പല അമ്പിയാക്കന്മാരും പലതരത്തിലുള്ള മുഇസ്സത്തുകളും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിൻ്റെ മഹത്വം അത് ഇവിടെ നാം പറയേണ്ടത്, കാണേണ്ടത് അത് മുഇസ്സത്തിലൂടെയല്ല. റസൂലുള്ളാഹിന്റെ ദാത്തിനോടൊക്കെ യോജിക്കുന്ന മുഇസ്സത്താകണമെങ്കിൽ അവിടുത്തെ പേര് പറയുമ്പോൾ തന്നെ ഒരു മരണപ്പെട്ടു പോയ ജീവി അതിങ്ങോട്ട് ജീവിക്കണമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള മുഇസ്സത്ത് നമ്മൾ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് കാണിക്കുക എന്നത് ചെയ്യാറില്ല. കാരണം അങ്ങനെ കാണിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ മഹത്വപ്പെടുത്തേണ്ട കാര്യം ഇല്ല. അവിടുത്തെ ദാത്തിനാണ് എല്ലാ നിലക്കും പരിശുദ്ധത എന്നർത്ഥം. പിന്നെ പറയാണ് ലം യംതഹിന്ന ബിമാ തഅയൽ ഉഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമി. ലം യംതഹിന്ന, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പരീക്ഷിച്ചിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. ബിമാ തഅയൽ ഉഖൂലു ബിഹി, ബിമാ ഒന്നുകൊണ്ട്, തഅയൽ ഉഖൂലു ബുദ്ധികൾ ക്ഷീണിക്കും, ബിഹി അതുകൊണ്ട് കഴിഞ്ഞു പോകും, ക്ഷീണിച്ചു പോകും. എന്താ കാര്യം? ഹിർസൻ അലൈന, നമ്മളെ മേലുള്ള ഇഷ്ടത്തിന് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി. ഫലൻ നിർത്തബ്, അപ്പം നമ്മൾ സംശയിച്ചിട്ടില്ല. വലൻ നഹിമി, നമ്മൾ പരിഭ്രമിച്ചിട്ടുമില്ല. അപ്പം എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിൻ്റെ കാര്യം, ആ ദീനനുസരിച്ച് അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളും അവിടുന്ന് പഠിപ്പിച്ച തത്വങ്ങളും മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും ബുദ്ധിമുട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതല്ല. നമ്മുടെ ബുദ്ധിക്കും പ്രകൃതിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ വിജയത്തിനും പര്യാപ്തമായ രീതിയിലുള്ള ആശയങ്ങളും ആദർശങ്ങളുമാണ് അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ന ദീന യുസ്റു എന്നാണ്, ദീന് അത് എളുപ്പമാണ്. അപ്പം ലളിതസുന്ദരമായ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രയാസമുണ്ടാവുകയില്ല. ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഇഹപര വിജയമാണ്. വെറും പരലോകത്ത് മാത്രമല്ല, വിജയിക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇസ്ലാം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറിച്ച് ഈ ദുനിയാവിലും ആഖിറത്തിലും ഗുണകരമായ കാര്യങ്ങൾ അത് സംവിധാനിച്ചു തന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീനിൻ്റെ വക്താക്കളായ ആളുകൾ, അവർക്ക് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഒരിക്കലും സംശയമില്ല. ഇവിടെ ഇസ്ലാമിനെ മോശമാക്കാനും ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ പരിഹസിക്കാനും ചില ആളുകൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് വിഷയമാക്കേണ്ടതില്ല. അത് അവർക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ചില കോപ്രായങ്ങൾ ചെയ്യുന്നു എന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇസ്ലാം അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ അദ്ദീന് വലഉൻ ഇലാഹിയ്യുൻ,
അടിസ്ഥാനപരമായി മനുഷ്യനിക്ക് ഇഹപര വിജയം സംവിധാനിച്ചു കൊടുക്കുന്ന ഒരു തത്വവും ഒരു നിയമവുമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അതിൽ ബുദ്ധിക്ക് ദഹിക്കാത്തതോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതോ നമ്മളെ പ്രയാസപ്പെടുത്തുന്നതോ നമുക്ക് ഈ കാലഘട്ടത്തിൽ യോജിക്കുന്നില്ല എന്ന് പറയാൻ പറ്റിയതോ പരിശുദ്ധമായ ഇസ്ലാമിലില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ലം യംതഹിന്ന, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പരീക്ഷിച്ചിട്ടില്ല. ബിമാ, ഒന്നുകൊണ്ട് തഅയ്യലുഖൂലു, ബുദ്ധികൾ ക്ഷീണിച്ചു പോകും, അങ്ങനത്തെ ഒന്നുകൊണ്ട് നമ്മളെ പരീക്ഷിച്ചിട്ടില്ല. ഹിർസൻ അലൈന, നമ്മളുടെ മേലുള്ള ഇഷ്ടത്തിന് വേണ്ടി. ഫലം നിർത്തബ്, അതുകൊണ്ട് നമ്മൾ സംശയിച്ചിട്ടില്ല. വലം നഹിമി, നമ്മൾ പരിഭ്രമിച്ചിട്ടുമില്ല. എപ്പോഴും ഉമ്മത്തിന് ഗുണകരമായ കാര്യങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേലിൽ അങ്ങേയറ്റം ആഗ്രഹമുള്ളവരാണ്, നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണ് ആ റസൂലുള്ളാഹിന്റെ ലക്ഷ്യമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ.